വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പാലക് പനീറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. വളരെ ടേസ്റ്റിയാണിത്, എല്ലാവർക്കും ഇഷ്ടമാവും. വളരെ ന്യൂട്രീഷ്യസുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. ചപ്പാത്തിക്കൊരു ഉഗ്രൻ കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ആദ്യം പാലക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നല്ലപോലെ കഴുകിയ പാലക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മുങ്ങിക്കിടക്കണം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഒരുപാട് നേരം തിളപ്പിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിരിക്കും. സത്യത്തിൽ ഞാൻ പോലും വിചാരിച്ചില്ല ഇത് ഇത്രയും നന്നാവുമെന്ന്. ഈ തിളച്ച വെള്ളത്തിൽ നിന്നെടുത്ത പാലക്കിലേക്ക് നല്ല ഐസ് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാലക്കിൻ്റെ രുചിയും കളറും ഒന്നും മാറില്ല. ഇനി ഇത് നേരെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിൽ അല്പം വഴറ്റൽ പരിപാടികളൊക്കെ ചെയ്യാം. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മുടെ പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും എല്ലാ സൈഡും ലൈറ്റായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ വറുക്കുക. ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് കറിയിലിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആവുക. ഒരു 2 മിനിറ്റ് വറുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കളറേ ആവേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് പൊട്ടി വരും. അപ്പം തന്നെ ആ നോർത്ത് ഇന്ത്യൻ കറിയുടെ ഫ്ലേവർ വന്ന് തുടങ്ങും. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മസാലയൊക്കെ ആവാം. വളരെ കുറച്ച്, ഒരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പൂ, ഒരു ഏലക്ക, ഇത്രയും മതി. ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടണ്ട. എല്ലാം ഇതേ കണക്കിന് തന്നെ എടുത്താൽ വളരെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഉലുവേല ഉണക്കിപ്പൊടിച്ചത്. ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റണം. ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ അല്പസ്വല്പം മാറ്റം വന്നെന്ന് വിചാരിച്ച് കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ വഴറ്റി നല്ല ബ്രൗൺ നിറമാവട്ടെ. സവാളയൊക്കെ നല്ലപോലെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒരുവിധം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി തക്കാളി വെന്ത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വഴറ്റുക. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇതൊന്ന് ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പാലക്കിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കളറൊന്നും ഒട്ടും മാറിയിട്ടില്ല. നമ്മൾ ഐസ് വാട്ടർ ഒഴിച്ചത് കൊണ്ടാണ്. ഇനി അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചെറിയ തീയിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ പച്ചമണം ഒന്ന് മാറാൻ. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച പാലക്കും
ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി എല്ലാം കൂടെ ചേർന്ന പേസ്റ്റും അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. മിക്സിയിലേക്ക് ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂട്ടുന്നില്ല. വെള്ളം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് കുറയും. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിക്കുക. അതിനുശേഷം നമ്മുടെ പനീർ പീസസ് ഇട്ട് കൊടുക്കാം. പനീർ ഓൾമോസ്റ്റ് കുക്ക്ഡ് ആണ്. എന്നാലും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നു തുടങ്ങി. ഇനി 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ. ഗരം മസാലയൊന്നും കൂടണ്ട. എല്ലാത്തിനും ഒരു ഫ്ലേവറേ ആവാവൂ. ഓവർ മസാല ആയാൽ കറിയുടെ ടേസ്റ്റ് പോവും. പിന്നെ ചേർക്കേണ്ടത് പാൽപ്പാടയാണ്. റെഡിമെയ്ഡ് മിൽക്ക് ക്രീം ആകാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാലിൽ നിന്ന് എടുക്കുന്ന പാട തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അല്പം പാൽപ്പാട മുകളിൽ തൂവിയിട്ട് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ടാവും. ലുക്ക് മാത്രമല്ല, ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ന്യൂട്രിയൻ റിച്ചായ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.